ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചക്ക കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ കേരളത്തിലൊക്കെ ചക്ക സീസണൊക്കെ തുടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഒന്നോ രണ്ടോ ചക്കയൊക്കെ ഇവിടെ ഉള്ളൂ, അധികം ചക്കയൊന്നും ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ചക്ക പഴുത്തതും ചക്ക വേവിച്ചതും ചക്ക വറുത്തതും അങ്ങനെ പല റെസിപ്പീസാണ് നമുക്ക് ചക്ക കൊണ്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇന്നൊരു ചക്ക വറുത്ത റെസിപ്പി ആയാലോ? എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. എന്തായാലും ഞങ്ങൾ ചെയ്തപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. എന്നാൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ അടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ എപ്പോഴും കാണാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ വീട്ടിലോട്ട് പോയാലോ? എന്നാൽ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിന് വേണ്ടി ഞാൻ പച്ച ചക്ക എടുത്തിട്ടുണ്ട്. അത് ആദ്യം നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. എനിക്ക് ചക്കയൊന്നും മുറിച്ച് വലിയ ശീലമില്ലാത്തതുകൊണ്ട് കുറച്ച് പ്രയാസപ്പെട്ടു മുറിക്കാൻ. എന്തായാലും ഞാൻ മുറിച്ചെടുത്ത് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ചുളയാണ് ഇത്, വറക്കാൻ പറ്റിയ ചുളയാണ്. അപ്പോൾ നമ്മുടെ ചക്ക ഞാൻ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മുറിച്ചെടുത്ത ശേഷം നമുക്കതിൻ്റെ അരക്കുന്ന ഒരു സാധനമുണ്ട്, സ്റ്റിക്കി ലെയറായിട്ടിരിക്കും. അത് നമുക്കൊന്ന് ചകിരിയോ അല്ലെങ്കിൽ പേപ്പറോ വെച്ച് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം വീണ്ടും നമുക്ക് മുറിച്ചെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് 4 കഷ്ണങ്ങളായിട്ടൊക്കെ മുറിച്ചെടുത്തിട്ട് വേണം ചുള പറിച്ച് അതിൻ്റെ കുരു മാറ്റി വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അരക്കൊക്കെ തൂത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി കയ്യെ കുറച്ച് വെളിച്ചെണ്ണ തേച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല, പെട്ടെന്ന് നമുക്ക് മുറിക്കാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂ ചക്കയൊക്കെ ഏകദേശം എല്ലാം ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളത്തെ കൂഞ്ഞിയെല്ലാം മാറ്റി നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആദ്യത്തെ പ്രയാസമേ ഉള്ളൂ. ഇനി പെട്ടെന്ന് നമുക്കതിൻ്റെ ചുള മാറ്റി എടുക്കാം. ഇപ്പോൾ ചക്ക വറക്കുക, ചക്ക വേവിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു നല്ല രസമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കൂടാനും അവിടെ വഴക്കും സംസാരവും ഒക്കെ ഉണ്ടാകും. എന്തായാലും എല്ലാവരും കൂടെ ഒന്ന് കൂടി ചക്കച്ചുളയൊക്കെ പറിച്ച് ചക്കക്കുരുവൊക്കെ മാറ്റി നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പണിയൊക്കെ ഏകദേശം ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. കണ്ടില്ലേ, എല്ലാം ഒരു അലങ്കോലമായിട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലയോ? അപ്പോൾ ചക്കച്ചുളയൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് വറക്കാൻ വേണ്ടി റെഡിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാ ചക്ക ചുളയും മാറ്റിയ ശേഷം ഇങ്ങനെ വേണം അരിഞ്ഞെടുക്കാൻ. എങ്ങനെ അരിഞ്ഞെടുക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം ചക്ക ചുളയുടെ അറ്റം രണ്ടും നമുക്കൊന്ന് അരിഞ്ഞ് തനിയെ ഇടണം. അത് നമുക്ക് വേവിക്കാൻ വേണ്ടി എടുക്കാം. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടി കൂടുതലുള്ളതുകൊണ്ട് ചക്ക ചുളയുടെ അറ്റം രണ്ടും വേവിക്കാനെടുക്കും. പിന്നെ ചക്കക്കുരു മാറ്റിയ ശേഷം ഇങ്ങനെ നീളത്തിൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. തിൻ സ്ലൈസിലങ്ങ് അരിഞ്ഞെടുത്താൽ മതി. വെറുതെ കൈകൊണ്ട് തന്നെ മുറിച്ചിട്ടാലും മതി. ഇത് നല്ല ചക്ക ചുള വളരെ കട്ടിയില്ലാത്ത ചുളയാണ്, ഉള്ളിത്തൊലി പോലിരുന്ന ചുളയാണ്. അപ്പോൾ പെട്ടെന്ന് അരിഞ്ഞെടുക്കാനും പറ്റി, വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ രണ്ടറ്റവും മുറിച്ച ശേഷം ഇങ്ങനെ വേണം ഞങ്ങൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണോ ഇത് അരിഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒരു കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ടേക്കണേ. അപ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതി എന്നുള്ളത്. അപ്പം നമ്മുടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചക്ക വറക്കാനുള്ള ചക്ക റെഡിയായിട്ടുണ്ട്, പിന്നെ വേവിക്കാനുള്ള ചക്ക റെഡിയായിട്ടുണ്ട്, പിന്നെ നമ്മുടെ ചക്കക്കുരു റെഡിയായിട്ടുണ്ട്. അപ്പം എല്ലാം എന്തുമാത്രം അല്ലയോ ഒരു ചക്ക എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിക്കൊണ്ടിരിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായ ശേഷം എണ്ണയൊന്ന് ചൂടായോ നോക്കാം. നല്ലപോലെ എണ്ണ ചൂടായ ശേഷമേ ഇതിടാവൂ. അപ്പോൾ എണ്ണ ചൂടായി നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇതുവരെ ചൂടായിട്ടില്ല. അങ്ങനെ അതിൻ്റെ ആദ്യത്തെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണ ചൂടായ ശേഷം വേണം ഇതിട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ അടുപ്പത്താണ് ചെയ്യുന്നത്. ഇപ്പം നല്ല തീ ഉണ്ടാകും. തീ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് മൂത്ത് കിട്ടും. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റ് നോക്കിയപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഏറെ അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ചക്ക ഇട്ടപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടു കാണും, എണ്ണയെല്ലാം കൂടെ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വന്നു.
അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി, ഈ എണ്ണ അങ്ങ് തൂകി പോകുമെന്നൊക്കെ പേടിച്ചു പോയി. പക്ഷേ എന്തായാലും കുറച്ച് നേരം ഇട്ട ശേഷം ഒന്ന് ശാന്തമായി, അപ്പോൾ സമാധാനം കിട്ടി. അങ്ങനെ നമ്മുടെ 1 കിലോയോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഈ ചക്ക ഇട്ട ശേഷം ഉടനെ ഒന്നും ഇളക്കാൻ പാടില്ല. നല്ലപോലെ ചൂടായ ശേഷം വേണം ചക്ക ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് 1-2 മിനിറ്റ് നമ്മൾ നല്ല തീ, ഗ്യാസിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല തീ തന്നെ ഇരിക്കണം, 1 മിനിറ്റെങ്കിലും. അത് കഴിഞ്ഞിട്ട് വേണം തീ ഒന്ന് മീഡിയത്തിലാക്കാൻ. അത് കഴിഞ്ഞിട്ട് തവിയിട്ട് ഉടനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മൂത്ത് വരുമെന്ന് അറിയുമ്പോഴേ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാവൂ. അങ്ങനെ വേണം നമുക്ക് ചെയ്യാൻ. പിന്നെ നല്ലപോലെ വെള്ളമൊക്കെ നമുക്ക് ചക്കയുടെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിനാക്കി കിട്ടിയ ശേഷം നമുക്ക് അതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പം 1-2 സ്പൂൺ ഉപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത്. എങ്ങനെ നമ്മൾ ഏത്തക്ക ഉപ്പേരി ചെയ്യത്തില്ലയോ അതുപോലെ തന്നെ സെയിം തന്നെ ഇതിനകത്തും ചെയ്യുന്നത്. ആദ്യം ഇട്ട ശേഷം ഉടനെ ഇളക്കാൻ പാടില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ. അത് നമുക്കറിയാൻ പറ്റും, അതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറിയിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് പോകും. എന്നിട്ട് വേണം ഉപ്പുവെള്ളം എന്ന് പറഞ്ഞാൽ അവസാന സമയമാകുമ്പോൾ വെള്ളമെല്ലാം തോർന്ന ശേഷം ഉപ്പിട്ട് കൊടുത്തിട്ട് ചക്ക തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കത് എടുക്കുവാണ്. അങ്ങനെ സാധാരണ ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്യാസ് ചെയ്യുമ്പം ആദ്യം നിങ്ങൾ നല്ല തീയിൽ 1 മിനിറ്റ് വെച്ച ശേഷം പിന്നെ തീ ഒന്ന് മീഡിയം തീയിലാക്കിയ ശേഷം നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ നമ്മുടെ ചക്ക ഉപ്പേരി ഞാൻ ഇപ്പോൾ ഉപ്പൊക്കെ ഒഴിച്ചിട്ട് 2 സ്പൂൺ ഉപ്പോളം ഏകദേശം വെള്ളമെല്ലാം അടങ്ങിയ ശേഷം ഉപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ അറിയാൻ പറ്റും എണ്ണയുടെ പതയൊക്കെ ഉണ്ടല്ലോ, പതയൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. അപ്പം വേണം നമുക്കതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കും. ഉപ്പിട്ടുമ്പോൾ ഒരു ശബ്ദമൊക്കെ കേൾക്കുക, ശബ്ദം കേൾക്കുമ്പോൾ പേടിച്ച് പോരുത്. ജസ്റ്റ് നല്ലപോലെ ഒന്ന് ഇളക്കണം. ഇളക്കി കഴിയുമ്പം ഒന്ന് മൂത്തൊക്കെ വരും. കളറിനൊക്കെ ഒരു വ്യത്യാസം, ഒരു ബ്രൗൺ കളറിലൊക്കെ ആകും. ഒത്തിരി ബ്രൗണിഷ് ആകരുത്, ചെറിയ ബ്രൗണൊക്കെ ആകും. നമുക്ക് ക്രിസ്പിനെസ് അതിനകത്ത് വരും, നമുക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അങ്ങനെ നമ്മുടെ ചക്ക ഉപ്പേരി ഞാൻ കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ശബ്ദം ഞാൻ കേൾപ്പിക്കാം നിങ്ങളെ. അപ്പോൾ എല്ലാവരും ശബ്ദമൊക്കെ കേട്ട് കാണുമായിരിക്കും അല്ലേ, നല്ല കറുമുറ എന്നുള്ള ശബ്ദം. അപ്പോൾ നമ്മുടെ ചക്ക ഉപ്പേരിയൊക്കെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണിത്. അപ്പം ഈ ചക്ക സീസണിൽ ചക്ക ഉപ്പേരിയും ചക്ക പഴുത്തതും ചക്ക വേവിച്ചതും പിന്നെന്തോ ഇടിച്ചക്ക തോരനും അങ്ങനെ എല്ലാ ചക്ക റെസിപ്പീസൊക്കെ ഉണ്ടാക്കി കഴിക്കാം. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഈ ചക്ക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.